എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഈ പ്രാവശ്യത്തെ സീസൺ തുടങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു എന്താ പറയുക, എപ്പിസോഡ്സും ലൈവൊക്കെ പറ്റുന്ന പോലെ കണ്ട് മാക്സിമം റിവ്യൂസൊക്കെ ഇടണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞാൻ തുടങ്ങിയത്. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഒന്നാമത്തെ കാര്യം, നമ്മളിത് ഇടണമെന്നുണ്ടെങ്കിൽ നല്ലൊരു എഫേർട്ട് ഇടണം. മനസ്സിലായി? നമ്മളിത് നല്ല രീതിയിൽ ഫോളോ ചെയ്യണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യണം. എല്ലാം പറയുമ്പം വ്യക്തമായിട്ടും കൃത്യമായിട്ടൊക്കെ പറയണം. ഇത്ര എഫേർട്ട് ഇട്ടിട്ടും ഒരുപാട് എൻ്റെ ഫോളോയിങ് ലിസ്റ്റിലുള്ള ആൾക്കാർക്ക് ബിഗ് ബോസിനോട് വലിയ താല്പര്യമില്ല. ഒരുപാട് പേര് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചു എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ. എന്നാലും പേഴ്സണൽ ഇൻട്രസ്റ്റോടെ ഞാൻ ചെയ്തിരുന്നു. പക്ഷേ സീസണിൻ്റെ ഒരു ക്വാളിറ്റി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു എഫേർട്ട് വെറുതെ ആണെന്നുള്ള വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വരുന്നത് വെച്ചാൽ, കുറച്ച് ദിവസമായിട്ട് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എന്ത്, ബിഗ് ബോസിൻ്റെ ഉള്ളിലെ PR വർക്കുകളെ കുറിച്ചുള്ള ഒരു സോഷ്യൽ മീഡിയ ഫുള്ളായിട്ടുള്ളൊരു സംസാര വിഷയമാണ്. ബിഗ് ബോസിൽ പോകുമ്പോഴത്തേക്കിനും PR വർക്ക് നല്ലതാണോ അതോ മോശമാണോ, അത് ചെയ്തില്ലെങ്കിൽ നമുക്കവിടെ നിലനിന്ന് പോകാൻ ബുദ്ധിമുട്ടുണ്ടോ, ഇങ്ങനെയുള്ള ഒരുപാട് സംസാരം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടുണ്ട്. ബിഗ് ബോസ് പോലുള്ളൊരു പ്ലാറ്റ്ഫോമിൽ പോകുമ്പോൾ PR വർക്ക് കൊടുക്കുന്നത് നല്ലതാണോ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും മോശമുണ്ടോ എന്നുള്ള ഒരു അഭിപ്രായങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. അതിൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയാം. PR വർക്ക് ഒരു പരിധിവരെ വളരെ നല്ലതാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളൊരു ഷോയിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ അത് ഇത്തരം ഒരു 100 ദിവസത്തെ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പം നമുക്ക് പുറത്തുനിന്ന് ഒരു സപ്പോർട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നിന്ന് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ PR വർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ PR വന്നിട്ട് എല്ലാ പ്രേക്ഷകരുടെയും വീട്ടിൽ കയറി വോട്ട് അഭ്യർത്ഥിക്കുന്ന പോലെ ഒരു വോട്ട് അഭ്യർത്ഥന അല്ല നടത്തുന്നത്. അവർ ഒന്നെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഹാൻഡിൽ ചെയ്യും, അതല്ലെങ്കിൽ പുതിയ പുതിയ ഇൻസ്റ്റാ പേജുകൾ, അതേപോലെ യൂട്യൂബ് ചാനലുകളെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്ക് PR വർക്ക് കൊടുത്തിരിക്കുന്ന കണ്ടസ്റ്റൻസിൻ്റെ വീഡിയോ ക്ലിപ്പുകൾ കൂടുതൽ ബൂസ്റ്റപ്പ് ചെയ്തും BGM ഇട്ടൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ അത് PR വർക്ക് എന്ന് പറയുമ്പോഴത്തേക്കിനും ഈ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടുകാരും ചെയ്യുന്നൊരു കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ അത് ചിലപ്പോൾ അതിനെപ്പറ്റിയൊന്നും ധാരണയില്ലാത്ത വീട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ടീമുകളെ നമ്മൾ ഏൽപ്പിക്കുന്നത് നല്ലതാണ്. പക്ഷേ എൻ്റെ ഒരു എതിരഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളതിൽ ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്കിനിടയിൽ പറഞ്ഞു PR വർക്ക് ഉണ്ടോ, അങ്ങനെയുള്ളൊരു ടാസ്ക് വന്നിട്ടുണ്ടായിരുന്നു ഒരു മോർണിംഗ് ആക്ടിവിറ്റിയിൽ. അപ്പോൾ അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ 16 ലക്ഷത്തിന് വരെ PR വർക്ക് കൊടുത്തു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത്. അപ്പോൾ അത്രയും ഹ്യൂജ് എമൗണ്ടിനൊക്കെ കൊടുക്കുന്നത് നല്ലതാണോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. കാരണം ബിഗ് ബോസിൻ്റെ ഒരു മാക്സിമം പ്രൈസ് മണി എന്ന് പറയുന്നത് തന്നെ 50 ലക്ഷം രൂപയാണ്. ഈ 50 ലക്ഷം രൂപയിൽ ടാക്സ് കഴിഞ്ഞിട്ട് കിട്ടുന്നത് എത്രയാണ്? ഏകദേശം ഒരു 35 lakhs ആയിരിക്കും കിട്ടുക. അതിൽ നിന്നും വേണം നമ്മൾ ഈ PR വർക്കിന് 16 ലക്ഷം രൂപ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ 100 ദിവസം നിന്നിട്ട് അതിൻ്റെ ഒരു പേയ്മെൻറ്റ് വേറെ കിട്ടും. പക്ഷേ അങ്ങനെയൊക്കെ നോക്കി നിന്നാലും ഈ 16 ലക്ഷം രൂപ എന്ന് പറയുന്നത് അതൊരു വലിയ നഷ്ടം തന്നെയാണ്. അപ്പോൾ ആ ഒരു എമൗണ്ട് അത് ഉള്ളതാണോ അല്ലെങ്കിൽ നുണയാണോ എന്നുള്ളത് നമുക്കറിയത്തില്ല. നമ്മൾ